രണ്ടും മൂന്നും തലമുറയായി കൈവശം വെച്ച് കൃഷി ചെയ്തു വരുന്ന ഭൂമിക്ക് പട്ടയം നിഷേധിക്കപ്പെടുന്നതിനെതിരെ കാന്തിപ്പാറ വില്ലേജിലെ കർഷകർ പ്രതിഷേധവുമായി രംഗത്തെത്തി. പട്ടയം ലഭിക്കാത്തവരുടെ നേതൃത്വത്തിൽ രാജാക്കാട് ഭൂപതിവ ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ കർഷകർ കൂട്ടമായി ഓഫീസിന് മുന്നിലെത്തുകയായിരുന്നു. 2017 മുതൽ പട്ടയത്തിനായി അപേക്ഷ നൽകിയവർക്കാണ് ഇതുവരെ പട്ടയം ലഭിക്കാത്തത്. ഒരു കാലത്ത് ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന ഈ ഭൂമികൾ പിന്നീട് പട്ടയം നൽകാൻ സർക്കാർ തീരുമാനമെടുത്തിരുന്നു. ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിരവധി കുടുംബങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ പട്ടയങ്ങൾ വിതരണം ചെയ്തെങ്കിലും കാന്തിപ്പാറ വില്ലേജിലെ സബ് ഡിവിഷൻ നമ്പർ 104 ഉൾപ്പെട്ട 25ഓളം കുടുംബങ്ങൾക്കാണ് ഇനിയും പട്ടയം ലഭിക്കാനുള്ളത്. പതിറ്റാണ്ടുകളായി കൃഷി ചെയ്തു വരുന്ന ഭൂമിയിൽ നിയമപരമായ അവകാശം ലഭിക്കാതെ തുടരേണ്ടി വരുന്നത് വലിയ അനീതിയാണെന്ന് കർഷകർ പറയുന്നു. അഭിവൃദ്ധികളെ അറിയിക്കുക, കാരണം ഇപ്പോൾ അവരുടെ നിലപാടനുസരിച്ച് അപ്പം ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ സഹകരിക്കും, നമുക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നേരിടും. പിന്നെ ഭരിക്കുന്ന കക്ഷികളാണെങ്കിലും ഭരണത്തിൽ ഇരിക്കുന്നവരും ഒരു ശ്രദ്ധയപ്പെടുത്തുക, ഇല്ലെങ്കിൽ ഇതുമായിട്ട് ഞങ്ങളെ സമര നടപടിയായിട്ട് മുന്നോട്ട് പോകും. പട്ടയം വിതരണം വൈകുവാൻ കാരണം മുമ്പ് നൽകിയ ചില പട്ടയങ്ങൾ ക്രമരഹിതമാണെന്ന ആക്ഷേപമാണെന്നും കർഷകർ പറയുന്നു. ഇതിനെ തുടർന്ന് വിഷയത്തിൽ വ്യക്തത വരുത്തുന്നതിനായി പ്രത്യേക സർവേ നടത്തി സ്കെച്ച് തയ്യാറാക്കി പട്ടയം നൽകണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു. കളക്ടറുടെ നിർദ്ദേശപ്രകാരം താലൂക്ക് സർവേ സൂപ്രണ്ട് ഓഫീസിൽ നിന്നും സ്കെച്ചുകൾ തയ്യാറാക്കിയെങ്കിലും ഇതിനുശേഷം തുടർ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നാണ് കർഷകരുടെ ആരോപണം. പട്ടയം ലഭിക്കാത്തതിനെ തുടർന്ന് നിരവധി കർഷകർക്ക് ബാങ്ക് വായ്പ ലഭിക്കാതെയും കൃഷി വികസന പദ്ധതികളിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടതായും വരുന്നു. അപ്പൂപ്പന്മാരുടെ കാലം മുതൽ കൃഷി ചെയ്തു വരുന്ന മണ്ണിലാണ് ഇന്ന് അവകാശം ചോദിച്ച ഓഫീസുകൾ കയറേണ്ടി വരുന്നതെന്ന് കർഷകർ. പട്ടയം കിട്ടുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. 2017 കാലഘട്ടത്തിൽ ഞങ്ങൾ പട്ടയോഫീസിൽ അപേക്ഷ സമർപ്പിച്ചിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ട് നാളിതുവരെയായിട്ട് ഞങ്ങൾക്ക് പട്ടയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം. പ്രതിഷേധത്തിനിടെ കർഷകർ അവരുടെ ആവശ്യങ്ങൾ എഴുതി തയ്യാറാക്കിയ നിവേദനം ഭൂപതിവ് ഓഫീസ് അധികൃതർക്ക് കൈമാറി. എന്നാൽ നിലവിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയായിട്ടുണ്ടെന്നും ഭൂമികളുടെ രേഖകൾ പരിശോധിച്ചു വരികയാണെന്നും ഈ മാസം 25-ന് ശേഷം പട്ടയ നടപടികൾ പുനരാരംഭിക്കുമെന്നും ഡെപ്യൂട്ടി തഹസിൽദാർ വ്യക്തമാക്കി. നേരത്തെ അവിടെ പട്ടയം കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ അത് ക്രമരഹിതമായി പട്ടയം നൽകി എന്നുള്ള ഒരു ആക്ഷേപം വന്നു കഴിയുമ്പോൾ മൊത്തമായി പരിശോധിച്ച് സർവേ ചെയ്ത് പ്രത്യേകമായിട്ട് സ്കെച്ചുകൾ ഉണ്ടാക്കി പട്ടയം കൊടുക്കുന്നതിന് കളക്ടർ ഒരു നിർദ്ദേശം വന്നു. അതിൻ്റെ ഭാഗമായിട്ട് നെടുങ്കണ്ട സർവേ സൂപ്രണ്ട് ഓഫീസിൽ നിന്ന് സ്കെച്ചുകൾ തയ്യാറാക്കുകയും എന്നാൽ അത് ഫൈനലൈസ് ചെയ്ത് തന്നില്ല. അതിനകത്ത് ചില അനോമലികൾ ഉള്ളത് കാരണം നിലവിൽ അത് വെച്ചിട്ട് കളക്ടർ ചെയ്യേണ്ടതില്ല എന്നുള്ളൊരു നിർദ്ദേശം വന്നതിൻ്റെ പുറത്ത് ഇപ്പോൾ ഡിജിറ്റൽ സർവേ അവിടെ പൂർത്തിയായിട്ടുണ്ട്. ആ ഡിജിറ്റൽ സർവേ റെക്കോർഡുകൾ നോക്കിയിട്ട് ഇൻഡിവിജ്വലായിട്ട് സ്കെച്ചുകൾ തയ്യാറാക്കി പട്ടയം നൽകാനുള്ള നടപടികൾ പൂർത്തിയാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഈ 25-ാം തീയതി കഴിഞ്ഞിട്ട് ഉടൻ തന്നെ നമ്മൾ അതിൻ്റെ ഓരോന്നിൻ്റെ പ്രത്യേക വർക്കുകൾ 104 തുടങ്ങുന്നതായിരിക്കും. നിശ്ചിത സമയത്തിനുള്ളിൽ പട്ടയ വിതരണം ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരങ്ങളിലേക്ക് കടക്കുമെന്നും വർഷങ്ങളായി നീളുന്ന പട്ടയ പ്രശ്നത്തിന് ഈ മാസം തന്നെ പരിഹാരമുണ്ടാകണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. നടപടികൾ ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുവാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. സിറ്റി വിഷൻ, രാജാക്കാട്.